പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സംഘടനയാണ് മെൻസ് അസോസിയേഷൻ. ഈ പല പീഡനങ്ങളും പല പരാതികളും ഒക്കെ പുറത്തു വരുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ തിരക്കുന്നതിന് മുൻപേ അവരെ രക്ഷിക്കാനായി മെൻസ് അസോസിയേഷൻ രംഗത്തിറങ്ങാറുണ്ട്. ഇപ്പോ ഈ ഷിയാസ് കരീമിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ്? ആ സ്ത്രീ ബലാത്സംഗ പരാതി നൽകിയിട്ടില്ല. അവര് വ്യക്തമായ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. കാരണം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്, ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നു, ലിവിങ് ടുഗദർ ആണ് എന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട്. ഷിയാസ് കരീം സാമ്പത്തികമായി ചൂഷണം ചെയ്തു, പോൺ സൈറ്റുകളിൽ തന്നെ നഗ്ന ദൃശ്യങ്ങൾ ഇടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. വോയിസ് ഒക്കെ വരുന്നുണ്ട്. വളരെ മോശമായ രീതിയിൽ അവരോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അവരെ എത്രത്തോളം ഷിയാസിന് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതിന്റെ ഒക്കെ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. എന്നിട്ട് ന്യായീകരണവുമായി ഷിയാസ് കരീം രംഗത്തെത്തുന്നുണ്ട്. മെൻസ് അസോസിയേഷൻ ആർക്കൊപ്പമാണ്? മെൻസ് അസോസിയേഷൻ തെറ്റുകാരോടൊപ്പം ഒരിക്കലുമില്ല. അപ്പോ നേരത്തെ ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളത് എന്താ പറയാ, അതിനെക്കുറിച്ച് പഠിക്കാതെ തെറ്റും ശരിയും മനസ്സിലാക്കാതെ മുൻപ് ഈ പല കേസുകളിലും ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും അല്ല. ഏത് കേസിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് പഠിച്ച് അതിൽ തെറ്റുകാരായിട്ടുള്ള ഒരാളിനെയും ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല. തെറ്റ് ശരി എന്ന് കണ്ട് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ. ഇവിടെ ഷിയാസ് കരീമിന്റെ കാര്യം എന്തുകൊണ്ട് മെൻസ് അസോസിയേഷൻ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ, അവർ തമ്മിൽ ശാരീരിക ബന്ധവും മറ്റ് എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും ഉണ്ട് എന്ന് പറയുന്ന ഒരു അവസരത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവർ പരസ്പരം വാക്കുതർക്കത്തിന്റെ ഒക്കെ പേരിലൊക്കെ ആയിരിക്കാം ഇങ്ങനെ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, കുറച്ച് സാമ്പത്തിക ഇടപാടുകളും ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റുകാരോടൊപ്പം ഒരിക്കലും ഞങ്ങളില്ല എന്നുള്ളത് അടിവരയിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ രഞ്ജിത്തിന്റെ ഒരു കേസ് വന്നല്ലോ, സംവിധായകൻ. അതിലും പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് മെൻസ് അസോസിയേഷൻ ഇടപെടുന്നില്ല. അദ്ദേഹത്തിന് ജാമ്യം കിട്ടാതെ വൈകിയപ്പോ തീർച്ചയായിട്ടും ഞങ്ങൾ ഇടപെട്ടു എന്നുള്ളത് സത്യമാണ്. അല്ലാതൊരു കേസിൽ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു കുറ്റവാളിക്ക് അല്ലെങ്കിൽ ഒരു കുറ്റം ആരോപിച്ച് റിമാൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട കുറച്ച് പരിഗണനകളുണ്ട്, മാനുഷിക പരിഗണന. അത് ഏത് സ്ത്രീകൾ പ്രതികളായിട്ട് പോകുമ്പോൾ കിട്ടുന്നുവോ അതെല്ലാം പുരുഷന്മാർക്കും കിട്ടിയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഇവിടെ ഷിയാസ് കരീമിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു കോട്ടം സംഭവിച്ചു, അതിനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്നു. അത് മാത്രമല്ല, ഇപ്പൊ വേറെയും ഒരു കേസ് വന്നിട്ടുണ്ടല്ലോ, ബിഗ് ബോസ് താരത്തിന്റെ ഒരു കേസ് വന്നിട്ടുണ്ട്. ആ കേസിലും യഥാർത്ഥം പറഞ്ഞാൽ ഫിറോസിന്റെ കേസുമായിട്ട് ഫിറോസിന്റെ കാര്യം, ഫിറോസിന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ അത് നിയമവിരുദ്ധമായിട്ടാണ് വിവാഹം തന്നെ നടന്നിരിക്കുന്നത്. ഫിറോസ് ഖാന്റെ വൈഫ് സജിന പറഞ്ഞിരിക്കുന്ന ഇന്ന് ഞാൻ ആ വീഡിയോ കണ്ടു. അയാളെ പറ്റി ഒരുപാട് എന്താ പറയാ, 17 വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ആ 17 വയസ്സായ പെൺകുട്ടിക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ ഇവർക്കെന്താ പരാതി? അല്ല ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ആ വിഷയം അവര് പൊതു ഇടത്തിൽ വന്ന് പറയാൻ കാരണവും ഈ ഫിറോസ് അല്ലേ? ഇപ്പൊ ഡിവോഴ്സ് ആയതിനു ശേഷം തന്നോടൊപ്പം അത്രയും നാൾ ജീവിച്ച സ്ത്രീ തന്നിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം അവരെന്ത് ചെയ്യുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു, അവർ ആരോടൊപ്പം ജീവിക്കുന്നു എന്ന് ഇയാൾ എന്തിനാണ് അറിയുന്നത്? ഫിറോസ് ഖാൻ അത് അറിയേണ്ട കാര്യമില്ലല്ലോ. അവരെ വഴിക്ക് വിടുക എന്നുള്ളതല്ലേ. പിന്നെയും വന്നിരുന്ന അവരെ ജീവിതത്തെ പൊതു ഇടത്തിൽ പറഞ്ഞ് വളരെ മോശമായി ചിത്രീകരിച്ചത് കൊണ്ടല്ലേ സത്യാവസ്ഥ അവര് പുറം ലോകത്തെ അറിയിക്കാനായി സോഷ്യൽ മീഡിയയിൽ വന്നത്. അങ്ങനെയല്ല, അവർക്ക് ഡിവോഴ്സ് ഇതുവരെ കൊടുത്തിട്ടില്ല, അതാണ് അവരുടെ പ്രശ്നം. ഡിവോഴ്സ് കൊടുക്കാത്തതാണ് അവരുടെ പ്രശ്നം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ ഇറങ്ങി പുറപ്പെട്ടതാണ്, അല്ലാതെ അവർ വേറൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹത്തിന് ഫിറോസിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഈ സജിനയ്ക്ക് വേറെ എന്താ ഒരാളുമായിട്ട് ബന്ധമില്ലെന്നാണോ പറയുന്നത്? അത് ഞങ്ങൾ എല്ലാവരും എന്താ പറയുക വിശ്വസിക്കണമെന്നുണ്ടോ? അപ്പൊ ഈ അയാൾക്കത് ഒരുപാട്, ഇപ്പൊ ഞാൻ ഫിറോസ് ഖാന്റെ സൈഡിൽ നിന്ന് പറയുകയല്ല, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. പക്ഷെ ഞാൻ പറയുന്ന നിഷ്പക്ഷമായിട്ട് ഈ സ്ത്രീ വന്ന് വീഡിയോ ചെയ്ത് ഫേസ്ബുക്ക് വഴിയൊക്കെ ഇടുമ്പോ അവരുടെ ഭാഗം എന്തുകൊണ്ട് അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു? അതിൽ കമന്റ്സ് നോക്കിയറിയാം കംപ്ലീറ്റ് ആ സ്ത്രീക്കെതിരാണ്. അപ്പൊ ഇവരെല്ലാവരും കണക്ക് തന്നെ പിന്നെ ഫിറോസ് ഖാന്റെ ആദ്യത്തെ ഭാര്യയെ കുറിച്ച് ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഉയർത്തി പൊക്കി പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ബന്ധം നിലനിൽക്കെ ഡിവോഴ്സ് ആവുന്നതിന് മുൻപേ അല്ലേ സജിന കയറി ആ സ്ത്രീയുടെ എന്താ പറയാ മനസ്സ് മനസ്സിലാക്കാതെ ഇയാളുമായിട്ട് വിവാഹ ബന്ധത്തിന് ഏർപ്പെട്ടത്, ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിച്ചത്, ബിഗ് ബോസിൽ ഒരുമിച്ച് വന്നത്, ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഈ വക ഉടായ്പകളുമായിട്ട് വരുന്ന സ്ത്രീകളോട് പുച്ഛമാണ് എനിക്ക്. ഒരു മാറ്റമല്ല. സജിനയ്ക്ക് ഞാനതൊരു വീഡിയോ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് സജിനയ്ക്കെതിരെ. കാരണം ഇവർക്കൊന്ന് ഭയങ്കരമായിട്ട് അയാളെ എന്താ പറയാ, അയാൾ ഒരുപാട് പേരെ പീഡിപ്പിച്ചു. ഇപ്പം എന്തിനാണെന്ന് ഇങ്ങനെ പറയുന്നത്? അദ്ദേഹത്തെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് വേണമെങ്കിൽ ഒരുമിച്ച് ജീവിച്ച് അവർക്ക് അദ്ദേഹത്തെ വെല്ലുവിളിക്കാം.
ഇവിടെ അദ്ദേഹം പീഡിപ്പിച്ച കാര്യവും ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്ന കാര്യങ്ങളും ഒക്കെ പറയേണ്ട കാര്യം എന്താണ്? ആ സ്ത്രീയെ കുറിച്ച് വളരെ മോശമായി ആ പുരുഷന് വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നതിന് കുഴപ്പമില്ല. ആ സ്ത്രീയെ കുറിച്ച് എന്താണ് അയാൾ പറഞ്ഞിരിക്കുന്നത്? ഇവർ പറയുന്നത് കൊണ്ടല്ലേ അയാളും പറയുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ രഹസ്യമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്താ പറയാ, ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾ എപ്പോഴും വേണമെങ്കിലും ഉണ്ടാവാം. അത് ലിവിങ് ടുഗദർ ആയാലും ശരി, ഏതൊരു ബന്ധത്തിലും ഉണ്ടാവാം. അങ്ങനെ വരുമ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു പ്രശ്നത്തിലോട്ട് പോകാതെ ഒഴിഞ്ഞു പോവുകയല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാതെ സോഷ്യൽ മീഡിയ വഴി ജനങ്ങൾ, ഈ ഞങ്ങളെപ്പോലുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ള സാധാരണ ജനങ്ങളെ അവരുടെ മുമ്പ് ഒന്ന് മെഴുകേണ്ട കാര്യം എന്താണെന്നേ. അയാള് അവിടെ പീഡിപ്പിച്ചു, ഇപ്പുറത്ത് നിന്ന് പീഡിപ്പിച്ചു, ബാത്റൂമില് ഫ്രഞ്ച് യൂസ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. ഈ കാര്യങ്ങളൊക്കെ എന്തിനാ ഇവിടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത്? ഇവരെന്താ മാന്യയാണോ? ഇവർക്കെന്താ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയാണോ? ഇവരെല്ലാവരും കണക്ക് തന്നെയാണ്. രണ്ടുപേരും നല്ല ആൾക്കാർ തന്നെ. ആദ്യത്തെ ഭാര്യ നിലനിൽക്കുക അല്ലേ, സജിന അവരുടെ മനസ്സ് മനസ്സിലാക്കാതെ അല്ലേ സജിന ഫിറോസുമായിട്ട് വിവാഹം കഴിച്ചത്, അവർ ഒരുമിച്ച് ജീവിച്ചത്. അപ്പൊ അത് എന്ത് വേണമാവാം, നേരെ തിരിച്ചാവാൻ പാടില്ല. ഇങ്ങനെയുള്ള ചിന്താഗതികൾ മാറ്റണം. പിന്നെ എല്ലാത്തിനും വരുന്ന ഇപ്പൊ കുറെ സാമ്പത്തിക ഇടപാടുകളാണ് എടുത്തിടുന്നത്. അപ്പൊ ഇതൊക്കെ ഈ എന്താ പറയാ, ശരിയാണെന്ന് മെൻസ് അസോസിയേഷൻ പറയുന്നുണ്ട്. അതായത് ഒരു സ്ത്രീയെ പിന്നെ സ്നേഹിച്ച് കൂടെ നിർത്തി പിന്നെ അവരെ ചേർത്ത് പിടിച്ചിട്ട് അവരിൽ നിന്ന് സാമ്പത്തികമായി അവരെ ചൂഷണം ചെയ്തിട്ട് പിന്നീട് അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പൊ ഈ സ്ത്രീ ബാക്കി വിഷയങ്ങൾ നമുക്ക് മാറ്റി നിർത്തിയാലും ഇപ്പൊ ഈ ഷിയാസ് കരീമിന്റെ ഇരയാക്കപ്പെട്ട സ്ത്രീ പറയുന്നത് അവർക്ക് അവരെ ബലാത്സംഗം ചെയ്തിട്ടില്ല. അത് അവർ കൃത്യമായി പറയുന്നുണ്ട്. അവരുടെ അറിവും സമ്മതത്തോടും കൂടിയാണ് അത് നടന്നിട്ടുള്ളത്. പക്ഷെ സാമ്പത്തിക ചൂഷണം ഈ പോൺ സൈറ്റുകളിൽ വീഡിയോ ഇടുകയൊക്കെ പരസ്പര വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ. ഒരാളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ അത് നഗ്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുക, ഇതിനോടൊക്കെ അനുകൂലിക്കുന്നുണ്ടോ മെൻസ് അസോസിയേഷൻ? ഒരിക്കലും നഗ്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുവാൻ യഥാർത്ഥത്തിൽ അതിനൊന്നും നമുക്കതൊക്കെ എതിരായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ നഗ്ന ചിത്രം എങ്ങനെ അയാളുടെ കയ്യിൽ വന്നു? അത് നമ്മൾ നോക്കണ്ടേ? പരസ്പര ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നഗ്ന ചിത്രം എടുക്കാൻ എന്തിനാ ഇവർ നിന്ന് കൊടുക്കണേ? അവർക്ക് അപ്പോഴും തന്നെ അത് പ്രതികരിക്കാൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെയാണെങ്കിൽ ആ സാധനം ഈ ഷിയാസിന്റെ കയ്യിൽ വരില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ അതിനുവേണ്ടി അങ്ങ് അഭിനയിച്ച് തകർത്തു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരാൾ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ അനുവാദത്തോടു കൂടിയല്ലേ എടുക്കുന്നത്. അപ്പം നോ പറയാൻ എന്തുകൊണ്ട് അവർക്ക് പറ്റുന്നില്ല? പിന്നെയാണ് അത് ഫോൺ സൈറ്റുകളിൽ ഇടുമെന്ന് പറയുമ്പോൾ അതിനെതിരെ പൊട്ടിത്തെറിക്കേണ്ട കാര്യം എന്താ? ഇടാൻ പാടില്ല ഒരു കാരണവശാലും. അങ്ങനെയുള്ള ഒന്നും ചിത്രീകരിക്കാനേ പാടില്ല. തീർച്ചയായും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസത്തിന്റെയും സമ്മതത്തിന്റെ പുറത്താണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ ഒരു മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അതപ്പോ അവിടെ നോ പറയാൻ ഇവർക്ക് കഴിയണ്ടേ? അപ്പോ സാമാന്യ ബുദ്ധിയും ബോധം ഇല്ലാത്തവരാണോ സ്ത്രീകൾ, ഇങ്ങനെയുള്ള സ്ത്രീകൾ? അല്ലല്ലോ. അപ്പൊ എല്ലാവർക്കും നമുക്ക് ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട്. നാളെ എവിടെയെങ്കിലും വരും, നാളെ നമ്മൾക്ക് പരസ്പരം തെറ്റും എന്നൊക്കെയുള്ള ബോധങ്ങൾ വേണം. പിന്നെ ഈ സാമ്പത്തിക ഇടപാടെന്ന് പറയുന്നു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവാക്കിയിരിക്കാം, വാങ്ങിച്ചിരിക്കാം. അതൊന്നും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലപ്പോ ഷിയാസ് കരീം വാങ്ങിച്ചിരിക്കാം. അപ്പൊ അതിനൊരു തിരിച്ചു ചോദിക്കലോ അങ്ങനെ എന്തോ ഉണ്ടായപ്പോഴായിരിക്കും ഇതൊക്കെ വരുന്നത്. കാര്യം അവരെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നു. അപ്പൊ പിന്നെ എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം? എന്തിനാണ് ഈ പരാതികളുമായിട്ട് പോകേണ്ടി വരുന്നത്? സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഇതൊരു വാർത്തയാക്കേണ്ട കാര്യം എന്താണ്? ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഇതിനൊക്കെ ഞങ്ങൾ എതിരാണ്. നിങ്ങൾ തമ്മിൽ പരസ്പര ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം രമ്യമായിട്ട് ഏത് രീതിയിലും പരിഹരിക്കുക. തുറന്നു കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊണ്ടുപോവുക. അല്ല എന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാനാണെങ്കിൽ പരസ്പരം സംസാരിച്ച് ക്ലിയർ ചെയ്ത് പോവുക. ഇതാണ് ഞാനും ഡിവോഴ്സായ ആളല്ലേ. ഞാൻ എന്റെ ഭാര്യയെ പറ്റി എപ്പോഴും വന്ന് ഇങ്ങനെ പറയുന്നുണ്ടോ? അവൾ വന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് രമ്യമായിട്ട് പരിഹരിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ മറ്റുള്ളവരെ എന്താ പറയാ ചൂഷണം ചെയ്യുന്ന രീതിയിലോട്ട് പോകരുത് എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം, ഈ സംഘടനയുടെ അഭിപ്രായം. വളരെ നന്ദി. ഓക്കെ, താങ്ക്സ്.